പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ അവന് സാധിക്കുമല്ലോ. ഈശോ കടന്നുപോയ സഹനങ്ങൾ ഒരു മനുഷ്യൻ്റെ ഭാവനകൾക്ക് പോലും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഹൃദയഭേദകമായ സഹനങ്ങളായിരുന്നു. ദൈവപുത്രനായ ഈശോ തൻ്റെ മാനുഷികമായ ജീവിതത്തിൽ ഈ പരീക്ഷണങ്ങളെ രുചിച്ചറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ കടന്നുപോകുന്ന ഓരോ സഹനങ്ങളുടെയും പ്രതിസന്ധികളുടെയും ആഴവും പരപ്പും ഈശോയ്ക്ക് നന്നായി അറിയുവാൻ സാധിക്കുന്നത്. നമ്മുടെ മൗന നൊമ്പരങ്ങളെ വരെ വിവേചിച്ചറിയുന്ന, ഹൃദയത്തിൻ്റെ ഒരു നെരിപ്പോട് പോലും തൊട്ടറിയുന്ന ഈശോ നമ്മുടെ സഹനങ്ങളിൽ നമ്മോടൊപ്പം തന്നെ ഉണ്ട്. നമുക്കും കുരിശിനും നടുവിൽ ക്രൂശിതനായ ഈശോ ഉണ്ട് എന്ന ബോധ്യം നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. പരീക്ഷിക്കപ്പെടുമ്പോൾ ഒറ്റയ്ക്കല്ല നമ്മളെന്ന് ഓർക്കുക. ഈശോയുടെ കരങ്ങൾ നമ്മളെ താങ്ങുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.